ഗുരുവായൂരിലെ കുന്നിക്കുരുവിന്റെ കഥ കേട്ടിട്ടുണ്ടോ? ഒരിക്കൽ ഒരു അമ്മൂമ്മ ഗുരുവായൂരപ്പനെ കാണാൻ പുറപ്പെട്ടു. കണ്ണന് കൊടുക്കാൻ എന്തെങ്കിലും വേണ്ടേ? ആ പാവത്തിന്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. മുറ്റത്ത് നിന്നിരുന്ന കുന്നിമരത്തിൽ നിന്നും അല്പം കുന്നിക്കുരു ശേഖരിച്ച് കണ്ണന് കൊടുക്കാൻ കൊണ്ടുപോയി. എന്നാൽ അവിടുത്തെ തിക്കിലും തിരക്കിലും പെട്ട് അമ്മൂമ്മയുടെ കയ്യിലെ കുന്നിക്കുരുവെല്ലാം പോയി. കുന്നിക്കുരുവെല്ലാം താഴെ വീണു ചിതറിയപ്പോൾ ആ അമ്മൂമ്മയ്ക്ക് സങ്കടത്തോടെ പകച്ചു നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. ആ പാവത്തിന്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. മറ്റാരും അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവരവർ കൊണ്ടുവന്നത് ഞാനാദ്യം എന്ന മട്ടിൽ കണ്ണന് സമർപ്പിക്കാനും കൊടുത്തതിൽ കൂടുതൽ ചോദിച്ചു വാങ്ങാനുള്ള വലിയ ലിസ്റ്റുമായി തിക്കും തിരക്കും കൂട്ടുന്നു. ഈ സമയം കണ്ണൻ മെല്ലെ ശ്രീലകത്തു നിന്നും പുറത്തിറങ്ങി. ആ രൂപം കൂടി ചിന്തിക്കണേ. കുനുവാർ കൂന്തലിൽ പീലിക്കിരീടം ചൂടി ഭംഗിയിൽ കുളിർമന്ദ സ്മിതം തൂകി കുഴഞ്ഞാടി മനോഹരം. അങ്ങനെ കണ്ണൻ വന്ന് താഴെയിരുന്നു തന്റെ കുഞ്ഞിക്കൈ കൊണ്ട് സാവധാനം ഓരോ കുന്നിക്കുരുമണികൾ പെറുക്കിയെടുക്കാൻ തുടങ്ങി. ഈ രംഗം മറ്റാരും കണ്ടില്ല. എന്നാൽ ആ അമ്മൂമ്മ അത് കണ്ടു. കണ്ണൻ ഇരിക്കുന്നത് ആ അമ്മൂമ്മയ്ക്ക് പുറം തിരിഞ്ഞാണ്. ഇടയ്ക്കിടെ പുറകിലേക്ക് തിരിഞ്ഞ് അമ്മൂമ്മയുടെ നേരെ ഒരു കള്ളനോട്ടവും കുസൃതി ചിരിയും. പോരെ എന്റെ കൃഷ്ണ. ആ അമ്മൂമ്മയുടെ കണ്ണിൽ അപ്പോൾ നിറഞ്ഞത് ആനന്ദ കണ്ണുനീരാണ്. ഇതുപോലെ കണ്ണൻ വിളിക്കണം, എന്റെ ഭക്തേ എന്ന്. ഭഗവാനെ നാം കാണുക എന്നത് അത്ര എളുപ്പമല്ല. എന്നാൽ നമ്മുടെ ഓരോ ചിന്തയും പ്രവൃത്തിയും ഭഗവാൻ സദാ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അകൈതവമായ പ്രേമം ഭഗവാനോട് ഉണ്ടായാൽ ഭഗവാന്റെ ദൃഷ്ടി നമ്മിൽ പതിക്കുന്നു. അപ്പോൾ നമുക്ക് കൃഷ്ണാനുഭവം ഉണ്ടാകുന്നു. നാരായണീയത്തിൽ പറയുന്നില്ലേ, അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം. അത് നമ്മൾ ഭഗവാനെ കാണുമ്പോഴല്ല, കണ്ണന്റെ അപാരമായ കൃപ കൊണ്ട് കണ്ണന്റെ ദൃഷ്ടി നമ്മുടെ മേൽ പതിക്കുമ്പോൾ അപ്പോഴേ നമുക്ക് ഭഗവാനോട് പ്രേമവും ഭക്തിയും എല്ലാം ഉണ്ടാകുകയുള്ളൂ. ഇത്തരം ഓരോ കഥകളിലൂടെ കണ്ണൻ നമ്മളെ